കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 1 രാജാക്കന്മാർ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം. നിനക്ക് ഇസ്രായേൽ എന്ന് പേരാകും എന്ന് യഹോവയുടെ അരുളപ്പാട് ലഭിച്ച യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 കല്ലെടുത്ത് ലേലിയ എടുത്തു എന്നവിടെ കാണുന്നുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ചിന്തിക്കുന്ന ദൈവവചനം എന്ന് പറയുന്നത് നിനക്ക് ഇസ്രായേൽ എന്ന് പേരാകും. പ്രൈസ്. ആ വചനത്തിന്റെ ചരിത്രവും അതിന്റെ പശ്ചാത്തലത്തിലേക്ക് നാം കടന്നു വരും. നമുക്ക് കഴിഞ്ഞ ചില ദിവസങ്ങളായി ദൈവമക്കൾക്ക് ദൈവം തന്നിരിക്കുന്ന പേര് എത്ര പ്രാധാന്യമുള്ളതാണെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ലോകം നിങ്ങളെ പല പേരും പറഞ്ഞ് വിളിക്കും, പല പേരും നിങ്ങളെ പറഞ്ഞ് കളിയാക്കും, നിങ്ങളെ ആക്ഷേപിച്ച് വിളിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്കിട്ട പേര് കൂടാതെ അനവധി കളിയാക്കി വിളിക്കുന്ന പേരുകളുണ്ടായിരിക്കാം. നിങ്ങളുടെ ഭവനത്തിൽ തന്നെ നിങ്ങളുടെ മാതാപിതാക്കൾ പരിജ്ഞാനമില്ലാതെ നിങ്ങളെ കളിയാക്കി വിളിക്കുന്ന പേരുണ്ടാകാം. അങ്ങനെയൊക്കെയുള്ള പേരിന്റെ നടുവിലാണ് ഇവിടെ നമ്മുടെ കർത്താവ് പറയുന്നത് നിനക്ക് ഇസ്രായേൽ എന്ന് പേരാകുന്നു. പ്രൈസ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചിരിക്കുന്നത് നിനക്ക് ഇസ്രായേൽ എന്ന് പേരാകുന്ന. പിന്നെ ലോകം നിന്നെ എന്തെല്ലാം പഴിപ്പേര് വിളിച്ചാലും കളിയാക്കി വിളിച്ചാലും നീ അത് കാര്യമാക്കണ്ട. ലോകം അങ്ങനെ തന്നെ, അവരങ്ങനെ അത് ചെയ്യുള്ളൂ. പണ്ടത്തെ ആൾക്കാർ ശാത്യാഗുണം തൂത്താ മാറത്തില്ലെന്ന് പറഞ്ഞില്ല, ചിലതൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ നീ അതൊന്നോർത്ത് ഭാരപ്പെടേണ്ട മകളെ, ലേലിയ മകനെ. നിന്നെ ദൈവം വിളിക്കുന്ന ഇസ്രായേൽ എന്നാ. ഇസ്രായേൽ എന്ന പേരിന്റെ അർത്ഥം അറിയാമല്ലോ, അല്ലെ? ദൈവത്തിന്റെ പ്രഭു എന്നാ കേട്ടോ. ലേലി. അപ്പൊ നീ മോശക്കാരനല്ല, നീ മോശക്കാരിയല്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാട്ട് നിങ്ങളുടെ പേരിന്റെ അർത്ഥം ഇസ്രായേൽ. അല്ലെങ്കിൽ നിങ്ങളുടെ പേര് ഇസ്രായേലിന്റെ അർത്ഥം ഇസ്രായേൽ. ഇസ്രായേൽ നിന്റെ അർത്ഥം പ്രഭു, ദൈവത്തിന്റെ പ്രഭു. എത്ര പ്രാധാന്യത്തോടെയാണ് ദൈവം നിങ്ങളെ ഹല്ലേലൂയ കാണുന്നത്. നിങ്ങളുടെ മുൻപേരുകളൊക്കെ അവിടെ കിടക്കട്ടെ. ഇവിടെ ദൈവത്തിന് പഴയ നിയമത്തിൽ യാക്കോബിൽ നിന്നും ഇസ്രായേൽ രൂപം കൊണ്ടുവന്ന പഴയ നിയമ പുസ്തകം വായിക്കുമ്പോൾ ഉപായിയായിരുന്ന യാക്കോബിൽ നിന്നും ഇസ്രായേൽ രൂപം കൊണ്ടു. പുതിയ നിയമത്തിലെ ക്രിസ്തുവിൽ നാം ആത്മീയ ഇസ്രായേലാണ്. പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ നാം ആത്മീയ ഇസ്രായേലാണ്. പഴയ നിയമത്തിൽ യാക്കോബിൽ നിന്ന് രൂപം കൊള്ളുമ്പോൾ പുതിയ നിയമത്തിൽ നാം ആത്മീയമായി ക്രിസ്തുവിൽ നിന്നും ഇസ്രായേലിലാണ്. ഹല്ലേലൂയ. നിങ്ങളെ കർത്താവ് സ്നേഹപൂർവ്വം എന്റെ ഇസ്രായേലേ എന്നാണ് വിളിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വിളിക്കുന്നത് എന്റെ ഇസ്രായേലേ എന്ന, ദൈവത്തിന്റെ പ്രഭുവേ എന്ന. ഹല്ലേലൂയ. നമുക്ക് ലഭിച്ച ഭാഗ്യ പദവി അതാ, രക്തം ചെയ്യും. ഈ ലോകത്തിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യ പദവി ദൈവം നമ്മെ എന്റെ ഇസ്രായേലേ എന്ന് വിളിച്ച് നമ്മെ ആനന്ദിപ്പിക്കുന്ന ഒരു ഓമനപ്പേരാണ്. പ്രൈസലോ. അതിൽ നമ്മൾ പ്രത്യാശിക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ ദൈവവചനം വായിക്കുമ്പോൾ യാക്കോബ് എന്ന പേര് അപ്പനാൽ നൽകപ്പെട്ട പേരാണ്. യാക്കോബ് എന്ന പേര് അപ്പനാൽ നൽകപ്പെട്ടത്. യാക്കോബിന്റെ പിതാവ് ഇസഹാക്ക് നൽകിയ പേരാണ് യാക്കോബ് എന്ന് പറയുന്നത്. ഇത് ജഡിയ മനുഷ്യനായ യാക്കോബിനെ കാണിക്കുക. ഇത് ലോകപ്രകാരം ജഡിയ മനുഷ്യനായ യാക്കോബിനെ കാണിക്കുന്നു. യാക്കോബ് ജനിക്കുമ്പോൾ തന്നെ തന്റെ സഹോദരനായ ഏശാവിനോട് പോരാടി. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അല്ലെങ്കിൽ അവൻ തന്റെ ജ്യേഷ്ഠനായിരിക്കുന്ന ഏശാവിനോട് പോരാടി. ഏശാവിന്റെ കുതികാൽ പിടിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് വന്നു. ഹല്ലേലൂയ. എന്നാൽ ഇസ്രായേൽ എന്നത് കർത്താവ് നൽകപ്പെട്ട പേരാണ്. എന്ന് പറഞ്ഞാൽ അവൻ മനുഷ്യനോടും അല്ലെങ്കിൽ ദൈവത്തോടും പോരാടി ജയിച്ചവൻ എന്നാണ് അർത്ഥം. ഇസ്രായേൽ എന്ന പേരിന്റെ അർത്ഥം അവൻ ദൈവത്തോടും മനുഷ്യരോടും പോരാടി ജയിച്ചവൻ. അതിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഉൽപ്പത്തി പുസ്തകം അല്ലെങ്കിൽ 32-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 28-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചത് കൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞു. ദൈവം കൊടുത്ത പേരാ കേട്ടോ. നമുക്കറിയാം, രാത്രിയിലെ അല്ലെങ്കിൽ സ്തോത്രം, അവൻ എഴുന്നേറ്റ് തന്റെ 2 ഭാര്യമാരെയും 2 ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യാബോക്ക് കടവ് കടന്ന് അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി. തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. അപ്പോൾ ഒരു പുരുഷൻ ഉഷസാകൂളം അവനോട് മല്ല് പിടിച്ചു. ഹല്ലേലൂയ. യാക്കോബിനെ ജയിക്കുകയില്ല എന്ന് കണ്ടപ്പോൾ ആ പുരുഷൻ അവന്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ല് പിടിക്കുകയിൽ
യാക്കോബിന്റെ തുടയുടെ തടം ഉളുകിപ്പോയി. ഹല്ലേലൂയ. എന്നെ വിടുക, ഉഷ സുതിക്കുന്നവല്ലോ എന്ന് അവൻ പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന് യാക്കോബ് പറയുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ പേർ എന്ത് എന്ന് ആ പുരുഷൻ അവനോട് ചോദിച്ചതിന് യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ കർത്താവ് പറയുന്നത്, നീ ദൈവത്തോടും മനുഷ്യരോടും ഹല്ലേലൂയ മല്ല് പിടിച്ച് ജയിച്ചത് കൊണ്ട് നിന്റെ പേരിനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന്. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 32 അധ്യായം ഹല്ലേലൂയ അതിന്റെ 22 തൊട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ഭാഗത്ത് നമ്മൾ ഒരുപാട് മെസ്സേജുകൾ കേട്ടതാണ്. ഞാൻ ആ ഭാഗം പറഞ്ഞതിന്റെ കാരണം, ഈ ഇസ്രായേൽ എന്ന പേര് ലഭിച്ച ദൈവജനം, ഇസ്രായേലിന്റെ വംശപരമ്പരയിൽ കൂടെ മുന്നോട്ട് വരുന്ന ദൈവഭക്തന്മാർക്ക് ആ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. ഇവിടെ അത് തന്നെയാണ് നാം ദൈവത്തിന്റെ വചനത്തിൽ വായിച്ചത്. ഹല്ലേലൂയ. നിനക്ക് ഇസ്രായേൽ എന്ന് പേരാകുന്ന ഏലിയാവിനുള്ള ബന്ധത്തിൽ പറയുകയാണ്. അതിന്റെ ചരിത്ര പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കിയാൽ കാണുന്നത്, ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിൽ സ്തോത്രം അല്ലെങ്കിൽ ദൈവഭക്തനായ ഓബദ്യാവും ദുഷ്ടനായ ആഹാവും ജനം വിശപ്പ് മൂലം നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുതിരകൾക്ക് അല്ലെങ്കിൽ പുല്ല് തപ്പി നടക്കുന്ന സ്ഥിതിയിൽ ഏലിയാവുമായി കണ്ടുമുട്ടുന്നു. ഏലിയാവിനെ എതിരേൽക്കാൻ അശക്തനായി മാറിയ ആഹാബ് ഏലിയാവിന്റെ വെല്ലുവിളി സ്വീകരിച്ച് കർമ്മേൽ പർവ്വതത്തിലേക്ക് ബാൽ അശേര പുരോഹിതന്മാരെ മുഴുവൻ കൂട്ടി ദൈവമാണെന്ന് തെളിയിക്കാൻ ആമേനൊരു ഒത്തുകൂടുകയാണ്. ബാലിന്റെ അശേരയുടെ പുരോഹിതന്മാരെയൊക്കെ വിളിച്ചിട്ട് അവരെല്ലാം ദൈവമാണെന്നും ബാലും അശേരയും ദൈവമാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടി ഏലിയാവിനെ കർമ്മേലിൽ വിളിച്ചുകൂട്ടി. അപ്പം ബാലിന്റെ പുരോഹിതന്മാരും ഉണ്ട്. ഹല്ലേലൂയ. ബാൽ പ്രവാചകന്മാരുടെ പ്രാർത്ഥനയും നിലവിളിയും നിഷ്ഫലമായി ജനം മുമ്പാകെ മാനവതനായി നിന്നപ്പോൾ ഏലിയാവ് അവരുടെ മുമ്പുണ്ടായിരുന്നതും ആരും തിരിഞ്ഞു നോക്കാതെ കിടന്നതുമായ യാഗപീഠം ലേലിയ 12 ഗോത്രങ്ങളും ഒരുമിച്ച് നിൽക്കണമെന്ന് കാണിക്കാനായി 12 കല്ലുകൊണ്ട് പുതുക്കിപ്പണത് യാഗം അർപ്പിച്ചു. ഹല്ലേലൂയ. ആ ഭാഗമാണ് നമ്മൾ വായിച്ചത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 18 അധ്യായം ഹല്ലേലൂയ അതിന്റെ 30 തൊട്ട് വായിച്ചത്. എന്താണ്? അപ്പോൾ ഏലിയാവ് എന്റെ അടുക്കൽ വരുവിൻ എന്ന് സർവ്വജനത്തോടും പറഞ്ഞു. സർവ്വജനവും അവന്റെ അടുക്കൽ ചെന്നു. അവൻ ഇടിഞ്ഞു കിടന്ന് യഹോവയുടെ യാഗപീഠം നന്നാക്കി നിനക്ക് ഇസ്രായേൽ എന്ന് പേരാകും എന്ന് യഹോവയുടെ അരുളപ്പാട് ലഭിച്ച യാക്കോബിന്റെ പുത്രന്മാരുടെ ഹല്ലേലൂയ ആമേൻ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 കല്ലെടുത്തു. കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു. യാഗപീഠത്തിന് ചുറ്റും 2 സയ വിത്ത് വിതപ്പാൻ മതിയായ വിസ്താരത്തിൽ ഒരു തോടുണ്ടാക്കി. ഹല്ലേലൂയ. യാക്കോബിന്റെ പുത്രന്മാരുടെ പേരിനനുസരിച്ച് 12 ഗോത്രസംഖ്യയ്ക്കനുസരിച്ച് 12 കല്ലുകൊണ്ടൊരു യാഗപീഠം ഉണ്ടാക്കി എന്ന് അവിടെ കാണാൻ കഴിയും. സ്തോത്രം. വീണ്ടും ഏലിയാവ് ഒരു പുരോഹിത കുടുംബക്കാരനായിരുന്നു. ആമേ കടലിൽ നിന്നും വെള്ളം കൊണ്ടുവന്ന് അവിടെ ധാരാളം ഒഴിച്ചു കുതിർത്തു തീ ഇറങ്ങാനായി പ്രാർത്ഥിച്ചു. വേദപുസ്തകത്തിൽ മറ്റാരും പ്രാർത്ഥിക്കാത്ത ഒരു വിശ്വാസത്തിന്റെ പ്രാർത്ഥനയുടെ മറുപടിയായി ഹല്ലേലൂയ ജ്വലിക്കുന്ന തീതാളം ഇറങ്ങി രാഗവസ്തുക്കളും മണ്ണും ദഹിപ്പിച്ചു കളഞ്ഞു എന്ന് നമുക്കവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. ഏലിയാവ് ഒരു യുദ്ധവീരനായി മാറുകയാണ്. 450 ബാൽ പ്രവാചകന്മാരെയും അവൻ വാളിനിരയാക്കി. ഹല്ലേലൂയ എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നാം വായിച്ച ദൈവവചനം എന്ന് പറയുമ്പോൾ ദൈവത്തോട് ഹല്ലേലൂയ ചേർന്ന് നിൽക്കുന്നവനെ, ദൈവമായി ഒട്ടി നിൽക്കുന്നവനെ, പറ്റിച്ചേർന്ന് നിൽക്കുന്നവനെ, അവനെ ദൈവം എത്രമാത്രം മാനിക്കും, ഉയർത്തും എന്ന് നമ്മൾ ഈ ഭാഗത്ത് മനസ്സിലാക്കാൻ കഴിയും. മനുഷ്യനോടും ദൈവത്തോടും പോരാടി ജയിച്ച യാക്കോബിനെ ദൈവം അവന്റെ പേര് മാറ്റി ഇസ്രായേൽ എന്നാക്കി. ഹല്ലേലൂയ. അവനുണ്ടായിരുന്ന സന്തതികൾ 12 പേരുടെ ഗോത്രസംഖ്യക്കനുസരിച്ച് ഹല്ലേലൂയ 12 കല്ലെടുത്ത് യാഗപീഠം പണിത് യാഗവസ്തുവിനെ കിടത്തി തോട് കീറി വെള്ളമൊഴിച്ച് ഏലിയാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ, യഹോവയോട് പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ സ്വർഗത്തിൽ തീയിറങ്ങി എന്ത് ചെയ്തു? ആ യാഗവസ്തു മുഴുവൻ ദ്രവിച്ച് മണ്ണ് ദഹിപ്പിച്ച് കളഞ്ഞതാണ്. അത് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വൈദ്യത്തിലെ ദൈവം നിന്നെ വിളിച്ച് വേർതിരിച്ച് ഹല്ലേലൂയ
നിനക്കൊരു സ്ഥാനവും മാനവും ഒരു അധികാരവും ഒക്കെ തന്നു കഴിയുമ്പോൾ നിന്റെ വാക്കുകൾക്കകത്ത് വലിയ അധികാരമുണ്ട് കേട്ടോ. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്നെ ലോകം അംഗീകരിച്ചില്ലെങ്കിൽ, ലോകക്കാർ അംഗീകരിച്ചില്ലെങ്കിൽ, ദൈവം നിനക്ക് തന്നിരിക്കുന്ന ശ്രേഷ്ഠത എത്ര വലുതാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. രക്തം ചെയ്യും. ഒരിക്കൽ പോലും നിങ്ങളെ ആരും ബഹുമാനിച്ചെന്ന് വരത്തില്ല, നിങ്ങളെ ആരും കൈക്കൊണ്ടെന്ന് വരത്തില്ല. പക്ഷേ നിങ്ങളെ ബഹുമാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാനത് പറയുമ്പോൾ എന്റെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് അല്ലേലിയ ആമീൻ 2001 ഒക്ടോബർ 14 തൊട്ടിങ്ങോട്ടുള്ള ഏകദേശം അല്ലേലിയ ഒരു 21 വർഷം പിന്നത്തതേ ഉള്ളൂ. ഈ 23 വർഷത്തിന്റെ പ്രാരംഭ കാലഘട്ടങ്ങളിൽ ഞാൻ വിശ്വാസത്തിൽ വലിയ അറിവുള്ളവനൊന്നുമല്ല. വചനമൊന്നും എനിക്ക് വലിയ കാര്യമായി അറിയില്ല. ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ജാതീയനായി നടന്ന്, ഒരു മദ്യപാനിയായി നടന്ന്, മയക്കുമരുന്ന് അനുഭവപ്പെട്ട് വലിയ സുബോധമൊന്നുമില്ലാതെ അതിന്റെ ലഹരിയിൽ നടക്കുന്ന സമയത്താണ് ഞാൻ വിശ്വാസത്തിലേക്ക് വരുന്നതും ബൈബിൾ വായിക്കുന്നതും ദൈവസഭയിൽ എത്തുന്നതും കോളേജിൽ എത്തുന്നതും ഒക്കെ. തുടർന്ന് ഞാൻ ദൈവവചനം പഠിച്ച് ഒരു കോളേജിൽ 2 വർഷം കഴിയും, അടുത്തൊരു കോളേജിൽ 3 വർഷം പഠിക്കുക. അങ്ങനെ 5 വർഷത്തെ സെമിനാരി പഠിത്തം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അനവധി നിന്ദകൾ, അപമാനങ്ങൾ, പരിഹാസങ്ങൾ, ദുഷികൾ, ഒറ്റപ്പെടുത്തലുകൾ ഒക്കെ എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. വിശ്വാസത്തിൽ നിന്ന് പിന്മാറി പോകത്തക്ക നിലയിൽ എനിക്കെതിരെ വലിയ തന്ത്രങ്ങൾ അല്ലേലി ഇതൊക്കെ ചെയ്തതാരാ? എന്നെ പോലെയുള്ള ആളുകൾ തന്നെയാണ്. പക്ഷെ എനിക്ക് അതിന്റെ കാതലായ വിഷയങ്ങളൊന്നും അന്ന് ഗ്രഹിക്കുവാനും ഊഹിക്കാനും ഒന്നും കഴിഞ്ഞില്ലെങ്കിലും അതൊക്കെ എന്നെ വളരെ ഭാരപ്പെടുത്തിയെങ്കിലും അല്ലെങ്കിൽ ഞാൻ അവിടെയൊക്കെ പിടിച്ചു നിന്നെന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് കൂടുതൽ മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ ഞാൻ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോയി. കാരണം ഞാൻ സെമിനാരി പഠിക്കും കൂടെ ആയതുകൊണ്ട് വിശ്വാസത്തിൽ പിന്നോക്കം പോകാൻ നിൽപ്പാൻ കഴിഞ്ഞു. ഞാൻ പറഞ്ഞതിന്റെ കാരണം ഒരുപാട് നിന്ദകളും അപമാനങ്ങളും പരിഹാസങ്ങളും വരും. പക്ഷെ എന്റെ സെമിനാരി പഠനം പൂർത്തീകരിച്ചു. ഞാൻ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്റെ സമയത്തെ ചെലവാക്കി. അതിനുവേണ്ടി ഞാൻ ഒരുക്കപ്പെട്ടു. ദൈവകൃപയാൽ ഇന്ന് വരെ നിൽക്കുക കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഒരുപാട് മാനാപമാനങ്ങളും ഒരുപാട് നഷ്ടങ്ങളും വേദനകളും നൊമ്പരങ്ങളും ഒക്കെ ഈ ലോകത്തിൽ നിന്ന് കടന്നു വരാം. പ്രൈസറോ, നിങ്ങളോട് സ്നേഹിക്കുന്നവർ, നിങ്ങളോടൊപ്പം കൈപിടിച്ച് നടക്കുന്ന, നിങ്ങളുടെ തോളിൽ കൈയിട്ട് നടക്കുന്നവർ, നിങ്ങളോടൊപ്പം ഒരു മേശയിലിരുന്ന് ഭക്ഷിക്കുന്നവർ, നിങ്ങളോടൊപ്പം ഒന്നിച്ച് യാത്ര ചെയ്യുന്നവർ തന്നെയായിരിക്കും നിങ്ങൾക്കെതിരെ നിൽക്കുന്നവർ. രക്തം ചെയ്യും. ഞാൻ അനുഭവസ്ഥനാണ്. അതിനെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, അവിടെയൊന്നും നീ പതറിപ്പോകാതെ ദൈവം നിനക്ക് തന്നിരിക്കുന്ന കൃപയ്ക്കനുസരിച്ച് നീ യേശുവിനെ അനുഗമിക്കണം. രക്തം ചെയ്യും. നീ ലോകമനുഷ്യനായിരുന്നു, ലോകക്കാരോടൊപ്പം ആയിരുന്നു നിന്റെ ജീവിതം. ഹല്ലേലൂയ. ലോകമനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ വെറിക്കൂത്തുകളിലും നീ പോയിരുന്നു. സ്തോത്രം. എല്ലാ ജടികമായ ജീവിതവും നിനക്കുണ്ടായിരുന്നു. പക്ഷേ ദൈവം നിന്നെ അതിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് നിനക്കൊരു ഓമന പേരിട്ട്. എന്താണ് ഓമന പേര്? ഇസ്രായേൽ എന്ന. ഹല്ലേലൂയ. നീ ഇസ്രായേൽ എന്ന പേരിന് യോഗ്യനായി കഴിഞ്ഞപ്പോൾ ലോകം നിന്നെ മാനിച്ചില്ലെങ്കിലും സ്വർഗം നിന്നെ മാനിച്ചിരിക്കുക. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ലോകം നിന്നെ മാനിച്ചില്ലെങ്കിലും സ്വർഗം നിന്നെ മാനിച്ചു കേട്ടോ. അന്ന് എനിക്ക് ഒരു ബോധമുണ്ടായി, ഇവരെന്നെ നിന്ദിച്ചാലും അപമാനിച്ചാലും പരിഹസിച്ചാലും ദൈവം എനിക്കൊരു പേര് തന്നിട്ടുണ്ട്. പുതിയ നിയമസഭയില് ഇസ്രായേൽ എന്ന്, പുതിയ നിയമ ആത്മീയ ഇസ്രായേൽ. ഞാൻ പിന്നീട് പറയട്ടെ, എന്നെ നിന്ദിച്ചവരും അപമാനിച്ചവരും പരിഹസിച്ചവരും ചവിട്ടിത്താഴ്ത്തവരും ഒക്കെ പിന്നീട് അതം പതിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അല്ലേലിയ. അത് നീ ഒന്നുകൊണ്ട് ഭാരപ്പെടേണ്ട സഹോദര സഹോദരി. നിനക്കെതിരെ ആരും പടവാളെടുത്താലും അല്ലേലിയ, നിന്നെ തകർക്കുവാൻ എത്ര ശ്രമിച്ചാലും അല്ലേലിയ, നീ ദൈവത്തിന്റെ ഉറപ്പോടെ നിന്നാൽ അവരുടെ പരാജയത്തെ നിനക്ക് കാണാൻ കഴിയും. രക്തം ചെയ്യാം. അല്ലേലിയ. നീ ഉയർച്ച പ്രാപിക്കുമ്പോൾ, നീ നന്മ പ്രാപിക്കുമ്പോൾ, നീ അനുഗ്രഹം പ്രാപിക്കുമ്പോൾ, നിന്റെ കുടുംബം നന്നാകുമ്പോൾ, നിനക്ക് ജോലി കിട്ടുമ്പോൾ, അതിൽ ഉയർച്ച കിട്ടുമ്പോൾ, സാലറി വർദ്ധിക്കുമ്പോൾ, നിന്റെ മക്കൾ വളരുമ്പോൾ, നല്ല വിദ്യാഭ്യാസം കിട്ടുമ്പോൾ, അവർക്ക് നല്ല ജോലി കിട്ടുമ്പോൾ, നല്ല വിവാഹം നടക്കുമ്പോൾ, അവർക്ക് നല്ല സ്ഥാനമാനങ്ങൾ കിട്ടുമ്പോൾ, അവർക്ക് സന്തതി പെരുകുമ്പോൾ ഒക്കെ നിനക്കെതിരെ ഒരുപാട് വിമർശനങ്ങൾ വരാം. ഹല്ലേലൂയ. അവിടെയൊന്നും നീ തളരണ്ട കേട്ടോ. നീ തളരാതെ നിന്നാ മതി. നിന്നെ വിളിച്ചൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന യുവാവേ, യുവതിയെ, നിന്നെ വിളിച്ചൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിനക്ക് ഓമന പേരിട്ട് വിളിച്ചൊരു ദൈവമുണ്ട്. ഇസ്രായേലിൽ നിന്ന് വിളിച്ചൊരു ദൈവമുണ്ട്. നീ പിന്നെ മനുഷ്യന്റെ മുമ്പിൽ തല കുനിക്കേണ്ട, മനുഷ്യന്റെ മുമ്പിൽ ലജ്ജിച്ച് പോകണ്ട. നീ യേശുവിനെ നോക്കിയാ മതി. ഹല്ലേലൂയ. സ്തോത്രം. അശേരയുടെ പ്രവാചകന്മാരും ബാലിന്റെ പ്രവാചകന്മാരും എല്ലാം ഒന്നിച്ചണിതിരുന്ന് അടക്കമുള്ളവർ ഏരിയാവിനെതിരെ ഒരേ സ്വരത്തിൽ ശബ്ദം ഉയർത്തുമ്പോൾ
ഏലിയാവിന് യാതൊരു ഭയവുമില്ല. കാരണം ഏലിയാവ് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഏലിയാവ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അവൻ ദൈവത്താൽ നിയോഗമുള്ളവനാണ്. അതുകൊണ്ട് ഏലിയാവിനെ തകർക്കുവാൻ ആർക്കും കഴിയില്ല. ബാലിന്റെയും മെസ്സയുടെയും പ്രവാചകന്മാർ രാവിലെ തൊട്ട് ഉച്ചവരെ അവർ നിലവിളിച്ചും ശരീരത്തിൽ മുറിവേൽപ്പിച്ചും അവർ അവരുടെ ദൈവങ്ങളെ വിളിച്ചിട്ട് യാതൊരു മറുപടി ഇല്ലാതിരുന്നപ്പോൾ ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ അഭിഷേകത്തിനായിരിക്കുന്ന ഏലിയാവ് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ചെറിയ പ്രാർത്ഥനയുടെ നടുവില് ദൈവം തീ ഇറക്കിയെന്നുള്ളതാണ് രക്തജയം. അതെ, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ വാക്കുകൾക്കകത്ത് അധികാരമുണ്ട്, നിന്റെ ശബ്ദത്തിനകത്ത് അധികാരമുണ്ട്, നിന്റെ നോട്ടത്തിനകത്ത് അധികാരമുണ്ട്. നീ നിൽക്കുന്ന സ്ഥാനം എവിടെയാണോ അവിടെ നീ അധികാരത്തോടുകൂടിയാണ് നിൽക്കുന്നത്. കാരണം നിന്നെ വിളിച്ചു വേർതിരിച്ചവൻ നിന്നോട് കൂടെ നിൽപ്പുണ്ട്. നിന്നെ വിളിച്ചു വേർതിരിച്ചവൻ, നിന്നെ അവരെ പേരിട്ട് വിളിച്ചവൻ യഹോവയായ ദൈവം, പുതിയ നിയമത്തിൽ ഒരു കർത്താവായ യേശു ക്രിസ്തു നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് കൂടെ നിൽപ്പുണ്ട്. രക്തം ചെയ്യും വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേരിൽ ഒന്ന് സ്തോത്രം പറയാമോ? എന്നെ കേൾക്കുന്ന സഹോദരി, എത്ര കാലമായി നീ പറയുന്നു എന്നെ ആർക്കും വേണ്ടെന്ന്? എന്നെ കേൾക്കുന്ന മാതാവി, നീ എത്ര കാലമായി പറയുന്നു എന്നെ ആർക്കും വേണ്ട? നിങ്ങൾ പറയാറില്ല, എന്റെ ഭർത്താവിന് എന്നെ വേണ്ട, എന്റെ മാതാപിതാക്കൾക്ക് എന്നെ വേണ്ട, എന്റെ സഹോദരങ്ങൾക്ക് എന്നെ വേണ്ട. ഈ സഹോദരൻ എത്ര കാര്യം, എന്റെ ഭാര്യയ്ക്ക് എന്നെ വേണ്ട, എന്റെ അപ്പനും അമ്മയ്ക്കും എന്നെ വേണ്ടെന്ന് നിങ്ങൾ പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്റെ മക്കൾക്ക് ഞങ്ങളെ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? മക്കൾ പറഞ്ഞില്ല ഞങ്ങൾക്ക് അപ്പനമ്മ ഞങ്ങളുടെ അപ്പനമ്മ ഞങ്ങളെ വേണ്ടെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പരസ്പരമുള്ള വേദനാജനകമായ വാക്കുകൾ ഭൂമിയിൽ പരസ്പരം കുടുംബത്തിലും സമൂഹത്തിലും ഉയർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, നിന്നെ ഞാൻ ഓമന പേരിട്ട് വിളിച്ചിരിക്കുക, നിന്നെ ഞാൻ ഇസ്രായേലെ, എന്റെ ഇസ്രായേലി എന്ന് നിന്നെ ഞാൻ പേരിട്ട് വിളിച്ച് നിന്നെ എന്നോട് ചേർത്ത് നിർത്തിയിരിക്കുക. ദൈവിക ദർശനങ്ങളും വെളിപ്പാടുകളും തന്ന് സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങളാൽ നിന്നെ നിറച്ച് ലോകത്തിന്റെ മുമ്പിൽ മാനിക്കാൻ പോവുകയാണെന്ന് നമ്മുടെ കർത്താവ് പറയുക. അതേ സഹോദരി, അതേ സഹോദര, നിന്നെ മാനിക്കാൻ പോവുക. നീ ആരുമില്ലാത്തവനല്ല കേട്ടോ. നീ ആരുമില്ലാത്തവളല്ല. എല്ലാവരും ഇല്ലാത്തവരെ പോലെ, ഇല്ലാത്തവളെ പോലെ നിനക്ക് തോന്നിയാലും സ്വർഗത്തിലെ ദൈവം നിന്നോട് കൂടെ ഉണ്ടെന്ന്. സ്തോത്രം. ഈ ലോകം നിന്നെ കൈവിട്ട് കളയും, ലോകക്കാര് നിന്നെ കൈവിട്ട് കളയും, എല്ലാവരും നിന്നെ ഉപേക്ഷിക്കും. ഒരു സ്നേഹത്തിന്റെ വാക്ക് പോലും പറയുവാൻ ആരുമില്ലാതെ എല്ലാവരും നിന്റെ മുഖത്ത് നോക്കി നിന്നെ പരിഹസിക്കും. യോബ് എത്ര നല്ലവനായിരുന്നു, എത്ര വിശ്വസ്തനായിരുന്നു, എത്ര സത്യസന്ധനായ നിഷ്കളങ്കനായിരുന്നു. എന്നിട്ടും തനിക്കൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞപ്പോൾ തന്റെ കൂടെ നിന്ന തന്റെ ഭാര്യയും തന്നെ ആശ്വസിപ്പിക്കാൻ വന്ന സുഹൃത്തുക്കളും എല്ലാം തന്നെ നിന്ദിച്ച് അപമാനിച്ച് പരിഹസിച്ച് നിന്റെ കുഴപ്പമാ യോബ് എന്നൊക്കെ പറയുമ്പോഴും ഏലിയാവ് ദൈവത്തോട് പറ്റി നിന്നതുപോലെ യോബ് ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നു. സ്തോത്രം. യോബിനെ അറിയാം, എന്നെ വിളിച്ചൊരു ദൈവമുണ്ട്, എന്നെ വിളിച്ച ദൈവം എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും. ഞാൻ ഇന്ന് കേൾക്കുന്ന ഈ അപമാനങ്ങൾക്ക്, മാനാപമാനങ്ങൾക്ക്, ഈ പേരുദോഷത്തിനെല്ലാം മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ടെന്ന് യോബ് ഹൃദയത്തിൽ വിശ്വസിച്ചത് പിന്നത്തേതിൽ എന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി. അത് തന്നെയാണ് ഏലിയാവിന്റെ ജീവിതം. അതെ, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്നെ ദൈവം വിളിച്ച് വേർതിരിച്ചെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ എത്രമാത്രം പരാജയപ്പെട്ടാലും പരാജിതരായി മാറിയാലും അവിടെ നിന്ന് നിന്നെ കൈ പിടിച്ചുയർത്തുന്ന ഒരു ദൈവമുണ്ട്. രക്തം ചെയ്യും. അപ്പൊ നിനക്ക് ഇസ്രായേൽ എന്ന പേരാകും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങൾ ഭാരപ്പെട്ടു പോകരുത്. നീ ദൈവത്തിന്റെ മകളാ, നീ ദൈവത്തിന്റെ മകനാ. നിന്റെ ദൈവം അനാഥനായി വിടത്തില്ലെന്ന്. നിന്റെ ദൈവം അനാഥനായി വിടത്തില്ല. നിന്റെ കുടുംബം തകർന്നു കാണുവാൻ, നിന്റെ തലമുറ തകർന്നു കാണുവാൻ, നിന്റെ ജീവിതം തകർന്നു കാണുവാൻ, നിന്റെ കുടുംബം നശിക്കുന്നത് കാണാൻ ഒരു കൂട്ടം ആളുകൾ നിനക്കെതിരെ നിൽക്കുമ്പോൾ, അവർ നിന്റെ കുടുംബത്തിന്റെ പരാജയം നോക്കി നിനക്കെതിരെ സംസാരിക്കുമ്പോൾ ദൈവസന്നിധി അഭയം പ്രാപിച്ചാൽ, കർത്താവിന് വേണ്ടി നിന്നെ ഒന്ന് വിട്ടുകൊടുത്താൽ, നിന്റെ കുടുംബത്തെ സമർപ്പിച്ച് നീ ആ ദൈവത്തിന് മുഴങ്ങാലും മടക്കി ഇരിക്കാൻ നീ തയ്യാറായാൽ, രക്തം ചെയ്യും. ഒരിക്കലും നിന്റെ കുടുംബത്തെ ദൈവം തകർത്ത് കളയില്ല. നിന്ദിച്ചവരുടെ മധ്യേ, നിന്റെ തകർച്ച കാണാൻ നിൽക്കുന്നവരുടെ മധ്യേ നിന്നെ മാനിക്കുന്നവനാ ദൈവം. അവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയും, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം.
ആമീൻ. മഹത്വം നീ എന്റെ തല ഉയർത്തുന്നതിനൊക്കെ നമ്മൾ സങ്കീർത്തനം വാങ്ങിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ തലയെ ഉയർത്തുവാൻ, നിങ്ങളെ മാനിക്കുവാൻ യേശുവിന് കഴിയും. അത് ഇന്ന് നിന്റെ പരാജയം ഏതായിരുന്നാലും, നീ കടന്നു പോകുന്ന കഷ്ടം ഏതായിരുന്നാലും, നിന്റെ സങ്കടം ഏതായിരുന്നാലും, നീ കണ്ണുനീരിൽ കുതിർന്ന രാത്രികളുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ശക്തമായ സന്ദേശം, ആമീൻ, നിന്റെ ജീവിതത്തിൽ പുതിയ അവസരങ്ങളെ ദൈവം സൃഷ്ടിക്കാൻ പോവുകയാണ്. രക്തം ചെയ്യും. നീ ദൈവത്തെ നോക്കണം കേട്ടോ. ദൈവമുഖം അന്വേഷിക്കണം. അവഗ്രഹിക്ക് നോക്കിയോ പ്രകാശിതരായവരുടെ മുഖമോ ലജ്ജിച്ചു പോയതിലെന്നൊക്കെ തിരുവെഴുത്തിനകത്തുണ്ട്. അല്ലേലിയ. തിരുവെഴുത്തൊന്നും കള്ളം പറയില്ല. തിരുവെഴുത്തൊന്നും അല്ലിയ ആമീൻ അല്ലിയ പറഞ്ഞത് പ്രവർത്തിക്കാതിരിക്കുന്നില്ല. കാരണം ദൈവവചനമാ. മനുഷ്യന്റെ വാക്കുകൾ മാറിപ്പോകും, ലോകക്കാരുടെ വാക്കുകൾ മാറിപ്പോകും, അധികാരികളുടെ വാക്കുകൾ മാറിപ്പോകും, ബന്ധുക്കളുടെ വാക്കുകളൊക്കെ മാറ്റി പറയുമോ. എന്നാൽ സുഹൃത്തുക്കളെ, ദൈവം ഒരിക്കലും വാക്ക് മാറ്റി പറയത്തില്ല. നിന്നോടൊരു വാക്ക് പറഞ്ഞെങ്കിൽ, നിന്നോടൊരു വാക്തത്വം പറഞ്ഞെങ്കിൽ, ഹല്ലേലൂയ, അതിന്റെ എന്ന് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ യേശുവിനെ വിശ്വസിക്കണം. ഹല്ലേലൂയ. തകർച്ചയുടെ നടുവിൽ, സങ്കടത്തിന് നടുവിൽ, ദുഃഖത്തിന്റെ നടുവിലൂടെ ആണോ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്നത്? നീ ജീവിതത്തിൽ ഒറ്റപ്പെട്ടവനാണോ, ഒറ്റപ്പെട്ടവളാണോ? ആരുടെ ഒരു ആശ്വാസ വാക്ക് നിനക്ക് കിട്ടാതെ എന്നും നീ പരിഹാസത്തിന്മേൽ വിധേയപ്പെട്ടവനാണോ സഹോദര സഹോദരി? അല്ലേരിയ. എന്തിനാ നീ ഭാരപ്പെടുന്നത്? ലോകത്തെ നോക്കി നീ എന്തിനാ ഭാരപ്പെടുന്നത്? നീ യേശുവിനെ നോക്ക്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിച്ചനുമായി യേശുവിനെ നോക്ക്. അല്ലേരി. നമ്മുടെ യേശു എത്രമാത്രം അപമാനം അനുഭവിച്ച്, നിന്നെ അനുഭവിച്ച്, കഷ്ടതയിലൂടെ കടന്നുപോയി, പരീക്ഷയിലൂടെ കടന്നുപോയി, പരിശോധനയിലൂടെ കടന്നുപോയി, അവസാനം അല്ലേറിയ ഈ ലോകം എന്ത് ചെയ്തു? അവന്റെ മേൽ കുറ്റം ചുമത്തി പഴിചാരി അവനെ അല്ലേരിയെ ക്രൂശിച്ചു. ലേരി. ക്രൂശിച്ചിട്ടും യേശുവിനെ വെറുതെ വിട്ടില്ല. അവനെ ക്രൂശിൽ തൂക്കിയിട്ടും കടന്നു പോകുന്നവരെല്ലാം അവനെ തുപ്പി പരിഹസിച്ച് ആമേനക്കലിയ ഒക്കെ അവനെ നിന്ദിക്കുമ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കാണിച്ച സൗമ്യതയുണ്ടല്ലോ, ക്രൂശിൽ കാണിച്ച താഴ്മയുണ്ടല്ലോ, ക്രൂശിൽ നമുക്ക് പറ്റുന്ന സ്നേഹമുണ്ടല്ലോ, അത് നീ ഓർത്താൽ നിന്റെ ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ, പരിഹാസങ്ങളെ നീ തള്ളിക്കളയണം. കാരണം യേശു നിനക്ക് വേണ്ടി ഇതെല്ലാം സഹിച്ചു. ഹല്ലേലൂയ. ഇന്ന് നീ അനുഭവിക്കുന്ന പങ്കപ്പാടുകളും വേദനകളും ദുഃഖങ്ങൾക്കും എല്ലാം നിനക്ക് ആശ്വാസം തരാൻ വേണ്ടി എന്റെ യേശു ക്രൂശിൽ നിനക്ക് വേണ്ടി അത് സഹിച്ചു. അവൻ ഏറ്റെടുത്തു നിന്റെ ദുഃഖങ്ങൾ, സങ്കടങ്ങൾ മുഴുവൻ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, അല്പാൽപമായ പ്രശ്നങ്ങളൊക്കെ ഈ ഭൂമി വന്നാൽ അതോർത്ത് നീ ഭാരപ്പെട്ടു പോകരുത്. ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞല്ലോ, എന്റെ ജീവിതത്തിൽ അനവധി പ്രശ്നങ്ങൾ കടന്നു വന്നു, അനവധി വെല്ലുവിളികൾ കടന്നു വന്നു. ഹല്ലേലൂയ. ഇപ്പോഴും ചില ആളുകൾ വെറുതെ ഒരു കാരണം കൂടാതെ എന്നെ വിമർശിക്കുന്നവരും പരിഹസിക്കുന്നവരും കളിയാക്കുന്നവരും ഒക്കെ ഇപ്പോഴും ഉണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്യാറില്ല, ആർക്കും ഒരു ഉപദ്രവം ചെയ്യാൻ, ആരുടെയും കുറ്റങ്ങൾ പറഞ്ഞ് നടക്കാറില്ല. ആരുടെയും വീട്ടിൽ പോയി, ആരുടെയും സഭയിൽ പോയി, മറ്റൊരു ദൈവദാസന്മാരോട് ചേർന്നിരുന്ന് ആരും ഞാൻ നിന്ദിക്കാനോ പരിഹസിക്കാനോ കുറ്റം വിധിക്കുവാനും പോകാറില്ല. ഹല്ലേലൂയ. എന്നിട്ടും എന്നെ കുറിച്ച് അപവാദങ്ങൾ, ദോഷമായ വാക്കുകൾ, പരിഹാസത്തിന്റെ വാക്കുകൾ പറയുന്ന സഹശുശ്രൂഷകരുണ്ട് കേട്ടോ. പ്രൈസ് ദി അല്ലേ. ഞാൻ അവിടെയൊക്കെ ദൈവത്തിൽ ആശ്രയിക്കുക. എനിക്കിത് മനസ്സിലായി, അത് ദൈവം അവർക്ക് കൊടുത്ത കൃപയല്ല, സാത്താൻ കൊടുത്ത കൃപയാ. അവരെ കണ്ടാൽ വേഷഭൂഷാദികളൊക്കെ അണിഞ്ഞ് ദൈവത്തിന്റെ ദാസന്മാരൊക്കെ തോന്നുകയാണെങ്കിലും കൂട്ടു സഹോദരനെ, കൂട്ടു ശുശ്രൂഷകരെ, കൂട്ടുവിശ്വാസിയെ അപമാനിക്കുകയും കളിയാക്കുകയും പരിഹസിക്കണമേൽ വ്യാപരിക്കുന്ന ആത്മാവ് ദുരാത്മാവാണ്. എനിക്കത് മനസ്സിലായപ്പം ഞാൻ ദൈവസഭയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക കേട്ടോ. കർത്താവേ, അവർക്കൊരു മാനസാന്തരം കൊടുക്കണമെന്ന്. അത് എന്നെ കേൾക്കുന്ന സഹോദരി, നിന്റെ ശത്രുവിന് മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി നീ പ്രാർത്ഥിക്കുക. നിന്നെ നിന്ദിക്കുന്നവർക്ക്, നിന്നെ പരിഹസിക്കുന്നവർക്ക്, നിന്നെ ഉപദ്രവിക്കുന്നവർക്ക്, നിന്നെ ആക്ഷേപിക്കുന്നവർക്ക്, നിന്നെ കളിയാക്കുന്നവർക്ക്, പരിഹസിക്കുന്നവർക്ക് ഒരു മാനസാന്തരം കൊടുക്കാൻ നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിനകത്ത് ദൈവം അത്ഭുതം ചെയ്യും. അതുകൊണ്ട് യേശു പറയുന്നത് ശത്രുക്കളെ സ്നേഹിപ്പീൻ. ശത്രുക്കളെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊക്കെ കർത്താവ് പറയാൻ കാരണം അതാണ്. അവിടെ യേശു കാണിച്ചത് കൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം. യേശുവിനെ ഒരു കൂട്ടം ജനം നിന്ദിക്കുന്നു, അപമാനിക്കുന്നു, പരിഹസിക്കുന്നു, ദൂഷിക്കുന്നു, കളിയാക്കുന്നു, അവന്റെ കന്നത്തടിക്കുന്നതെല്ലാം ചെയ്തപ്പോഴും ഹല്ലേലൂയ ചാട്ടവാറ് കൊണ്ട് അവനെ അടിച്ച് കൈകാലുകൾ കാലിരുമ്പാടിയെ തറയ്ക്കപ്പെട്ട് തലയിൽ മുൾക്കിരീടം അടിച്ചു. ഹല്ലേലൂയ. ഇതെല്ലാം ചെയ്തപ്പോൾ നമ്മുടെ യേശു പറയുക, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൻ ഇവരോട് ക്ഷമിക്കണമേ. അത് തന്നെ ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. നമുക്ക് യേശുവിനെ മാതൃകയാക്കാം.
അല്ലേലിയ. നിന്നെ നിന്ദിക്കുകയും അപമാനിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അല്ലേലിയ സ്വതം നിങ്ങൾ ദൈവത്തോട് പറയണം. അല്ലേലിയ. ഒരു ഭവനത്തിൽ എൻ്റെ ഒരു വിശ്വാസിയുടെ വീട്ടിൽ ചെന്നിട്ട് ഒരു ദൈവദാസൻ ചോദിച്ചു, നിങ്ങൾക്ക് ആ പുള്ളി അറിയാവോ? എന്നെ അറിയാവോ? നിങ്ങൾക്ക് ആ പുള്ളിയെ പരിചയമുണ്ടോ? ലേലിയ. ആ പുള്ളിയായിട്ട് നിങ്ങൾ എങ്ങനെ അങ്ങ് ബന്ധപ്പെട്ടത്? ആ പുള്ളിക്ക് എങ്ങനെ നിങ്ങൾ എത്തിയത്? ആ സഹോദരി പറഞ്ഞു, ഞാൻ ആ പാസ്റ്ററുമായിട്ട് 18 വർഷത്തെ പരിചയമുണ്ട്, ഞങ്ങൾക്ക് ആ പാസ്റ്റർ നന്നായിട്ട് അറിയാം. അല്ലേരിയ. ചോദിച്ചതാരാന്നറിയോ? ഭയങ്കര ഒരു ശുശ്രൂഷകനാ. ലേരിയ. ഭയങ്കര ട്രാൻസ്ലേഷൻ ഒക്കെ ചെയ്ത് നടക്കുന്ന, വലിയ പേരും പ്രശസ്തിയൊക്കെ ഉണ്ടെന്ന് അഭിമാനിക്കുന്ന, സ്വയം പുകഴുന്ന ഒരു പാസ്റ്റർ. ലേരിയ. ആ വിഷയമൊക്കെ എന്റെ ചെവിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ആ ദൈവദാസനെ അനുഗ്രഹിക്കണമേ, അദ്ദേഹത്തിന് മാനസാന്തരം കൊടുക്കണം, അദ്ദേഹം എന്നെ പരിഹസിച്ചതാണെങ്കിൽ നല്ല വാക്കിനെ കുറിച്ച് പറഞ്ഞല്ലോ എന്ന് ഞാൻ പറഞ്ഞു. ലേലിയ. അത് നിങ്ങളെക്കുറിച്ച് ചീത്തയായ പേര് പറയുമ്പോൾ നിങ്ങൾ പറയണം, കർത്താവെ എന്നെ കുറിച്ച് നല്ല വാക്ക് പറഞ്ഞ ദൈവദാസനെ അനുഗ്രഹിക്കണം എന്ന് പറയണം, ആ കൂട്ടുവിശ്വാസം അനുഗ്രഹിക്കണം എന്ന് പറയണം. നിങ്ങൾക്കതിന് ലക്ഷ്യമൊന്നും കണക്കൂട്ടണമെന്നേ. ഞാൻ ഈ ചില കാര്യങ്ങൾക്ക് പണ്ടൊക്കെ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു, സങ്കടമായിരുന്നു കേൾക്കുമ്പോൾ. ഇപ്പൊ എനിക്ക് അങ്ങനൊന്നുമില്ല. എന്നാണെന്നറിയോ? ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ച് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, നമ്മളെ ഓമന പേരിട്ട് സായിൽ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പരിഹാസങ്ങൾ ഉണ്ടാകുന്നേ. കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ, കർത്താവിന് വേണ്ടി നീ ചുമൽ കൊടുക്കുമ്പോൾ, ഈ വേദപുസ്തകം എടുത്ത് നീ നടക്കുമ്പോൾ, ഈ വേദപുസ്തകം എടുത്ത് നീ പ്രസംഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ വേദപുസ്തകം ചുമന്നുകൊണ്ട് നീ ജനത്തിന്റെ നടുവിലൂടെ വരുമ്പോൾ, നിന്നെ ദൈവം മാനിക്കുമ്പോൾ, ദൈവം നിന്നെ അനുഗ്രഹിക്കുമ്പോൾ, അത് കാണുമ്പോൾ ലോകം നിന്നെ പഴിക്കുമെന്നാണ്. അതങ്ങനെയുള്ളതാ. അല്ലേലൂയ. അതങ്ങനെയുള്ള. അത് കണ്ടൊന്നും നീ ഭാരപ്പെട്ടു പോകണ്ട. നീ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാ. കർത്താവ് നിന്നെ ഓമന പേരിട്ട് വിളിച്ചതാ. എന്റെ ഇസ്രായേലേ എന്ന് നിന്നെ ഓമന പേരിട്ട് വിളിച്ചതാ. അത് നീ ലോകത്തിന്റെ മുമ്പിൽ നീ ഒരു കരടായിട്ട് തോന്നിയാലും ദൈവത്തിന്റെ മുമ്പിൽ, യേശുവിന്റെ മുമ്പിൽ നീ ദൈവത്തിന്റെ മകനാ, നീ ദൈവത്തിന്റെ മകളാ. അല്ലേലിയ. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളോട് പറയട്ടെ, നീ ഏതെല്ലാം വിധത്തിൽ നീ ഒറ്റപ്പെട്ടു പോയെന്ന് എനിക്ക് തോന്നിയാലും, അല്ലേലിയ, നിന്നെ എല്ലാവരും ഒഴിവാക്കിയാലും, എല്ലാ സ്ഥാനത്ത് നിന്നെ മാറ്റി നിർത്തിയാൽ നീ ഭാരപ്പെടണ്ട. ആമേൻ. ദൈവം നിന്നെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. എന്നെ മാനിക്കുന്നവനെ മാനിക്കുമെന്നാണ് ദൈവവചനം. 1 ശമൂവേൽ പുസ്തകം 2-ാം അധ്യായം എന്റെ 30-ാം വാക്യത്തിന്റെ അവസാന ഭാഗം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, എന്നെ മാനിക്കുന്നവനെ മാനിക്കുമെന്ന്. അതെ, നിന്നെ മാനിക്കുക. അവൻ നീ ദൈവത്തെ മാനിച്ച ദൈവം നിന്നെ മാനിക്കും, രക്തം ചെയ്യും. ഇവിടെ ദൈവത്തിന് വചനം പറയുന്നത്, യാക്കോബ് എന്ന പേര് അപ്പനാ നൽകപ്പെട്ട പേരാണ്. ഇത് ജഡിയ മനുഷ്യനായി യാക്കോബിനെ കുറിക്കുന്നു. യാക്കോബ് ജനിക്കുമ്പോൾ തന്നെ തന്റെ സഹോദരനായ ഏശാവിനോട് പോരാടി ഏശാവിന്റെ കുതികാൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. എന്നാൽ ഇസ്രായേൽ എന്നത് കർത്താവ് നൽകപ്പെട്ട പേരാണ്. മനുഷ്യരോടും ദൈവത്തോടും പോരാടി ജയിച്ചവരെന്നാകുന്നു ഇതിന്റെ അർത്ഥം. യാക്കോബ് എന്നാൽ ചതിയൻ എന്നാകുന്ന അർത്ഥം. ഇസ്രായേൽ എന്നാൽ ദൈവത്തിന്റെ പ്രഭു എന്നാണ്. പഴയ യാക്കോബിന്റെ പേര് യാക്കോബ് എന്ന ചതിയൻ എന്നാണ്. എന്നാൽ പുതിയ പേര് ദൈവം കൊടുത്തപ്പോൾ, ഇസ്രായേലിന് കൊടുത്തപ്പോൾ, ആ പേരിന്റെ അർത്ഥം ദൈവത്തിന്റെ പ്രഭുവാണ്. അതെ, എന്നെ കേൾക്കുന്ന മാതാപിതാവ്, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിനക്ക് ഓമന പേരിട്ട് കർത്താവ് എന്റെ ഇസ്രായേൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ആമൻ ദൈവത്തിന്റെ പ്രഭുവേ എന്നാണ് വിളിച്ചിരിക്കുന്നത്. അല്ലേ? അതിൽ കൂടുതൽ നമുക്ക് എന്താ സന്തോഷം വേണ്ടിയത്? അതല്ലേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. അല്ലേലിയ. എന്നെ കേൾക്കുന്ന സഹോദരി, നിന്റെ ഭർത്താവിന്റെ അസഭ്യ വാക്കുകൾ, ചീത്ത വാക്കുകളായിരിക്കും വിളിക്കുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരൻ, നിന്റെ ഭാര്യ നിന്നെ വെറും ചീത്ത വാക്കുകളായിരിക്കും വിളിക്കുന്നത്. നിന്റെ മക്കൾ നിന്നെ വെറും ചീത്ത വാക്കുകൾ, ലോകക്കാർ നിന്നെ ചീത്ത വാക്കുകളായിരിക്കും വിളിക്കുന്നത്. പരിഹസിക്കുന്ന വാക്കുകളായിരിക്കും, പേരുകളായിരിക്കും നിന്നെ വിളിക്കുന്നത്. പക്ഷെ യേശു നിന്നെ വിളിക്കുന്നത് എന്റെ ഇസ്രായേലേ എന്നാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രഭുവേ എന്നാ, എന്റെ മകനെ, എന്റെ മകളെ എന്നാ. അത് അതിനേക്കാൾ മറ്റൊന്നൊരു ശ്രേഷ്ഠത നമുക്ക് കിട്ടാനില്ല കേട്ടോ. ഇത്രമാത്രം നമ്മളെ ഓമന പേരിട്ട് വിളിച്ച് നമ്മെ സ്നേഹിക്കുന്ന നല്ല യേശു നമുക്കുള്ളത് കൊണ്ട് നിന്റെ കഷ്ടതയുടെ നടുവിലും, നിന്റെ പ്രതിസന്ധികളുടെ നടുവിലും, നീ കടന്നു പോകുന്ന കഠിന ശോധനയുടെ നടുവിലും നിന്നെ കൈപിടിച്ചുയർത്തുവാൻ യേശുവിന് കഴിയും. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേരിൽ നീ നിനക്ക് സ്തോത്രം പറയാൻ കഴിയുമോ? ഞാൻ മുമ്പ് ആവർത്തിച്ചത്, നീ ഒറ്റയ്ക്കല്ല, നിന്നോടുകൂടെ യേശു ഉണ്ട്. നീ പോകുന്ന വഴിയില്, നീ നടക്കുന്ന വഴിയിൽ, നീ യാത്ര ചെയ്യുന്ന വഴിയില്, നീ ഭവനത്തിലിരിക്കുമ്പോൾ നിന്റെ ശുശ്രൂഷയില്, നീ കടന്നു പോകുന്ന എല്ലാ മേഖലയിലും നിന്നോടും നിന്റെ കുടുംബത്തോടും നിന്റെ മക്കളോടും കൂടെ യേശു കൊണ്ട്. കാരണം നിങ്ങൾ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാ. നീ ദൈവത്തിന്റെ ജനമായ ആത്മീയ ഇസ്രായേലാ നീ. ഹല്ലേലൂയ.
രക്തം ചെയ്യും. അതുകൊണ്ട് ജീവിതത്തിൽ ഭാരപ്പെട്ടു പോകരുത്. ആദി യാക്കോബിന്റെ മറുപേരായി ഇസ്രായേൽ യാക്കോബിന്റെ മറുപേരായി ഇസ്രായേൽ അറിയപ്പെട്ടു. പിന്നീട് യാക്കോബിന്റെ സന്തതിക്ക് ഇസ്രായേലിയർ എന്ന പേര് ലഭിച്ചു. മിസ്രൈമിൽ വെച്ച് അവർ വളരെ അധികമായി വർദ്ധിച്ചു. ഇസ്രായേൽ എന്നത് വലിയ ജനസംഖ്യയുടെ പേരായി മാറി. പിന്നീട് ഇസ്രായേൽ മക്കൾ കനാനിലേക്ക് പ്രവേശിച്ചപ്പോൾ ആ ദേശം ഇസ്രായേൽ ദേശമായി മാറി. ഇന്നും ഇസ്രായേൽ ദേശം ചുറ്റുമുള്ള വിരോധികളുടെ നടുവിൽ തല നിവർന്ന് ഗാംഭീര്യത്തോടെ നിൽക്കുക. അപ്പൊ ഇസ്രായേൽ എന്ന് പറയുന്ന പേര് ദൈവം ചാർത്തിക്കഴിഞ്ഞ് അവർ കടന്നുപോയ സ്ഥലങ്ങളിലെല്ലാം ആ പേരിന് അർഹരായി മാറി. ആ സ്ഥലം പോലും പേരിലറിയപ്പെട്ടു. ഇന്നും ഇസ്രായേലിന് ചുറ്റും അനവധി വിരോധികൾ ഉള്ളപ്പോഴും, അനവധി വിരോധികൾ തല ഉയർത്തി നിൽക്കുമ്പോഴും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അതിഗാംഭീര്യത്തോടെ തല ഉയർത്തി നിൽക്കുകയാണ്. എന്ന് പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളും ദൈവത്തിന്റെ മക്കളായി, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ആത്മീയ ഇസ്രായേലായി മാറിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ചുറ്റും അനവധി വിരോധികൾ തല ഉയർത്തി നിൽക്കുമ്പോഴും ഹല്ലേലൂയ പുതിയ നിയമ ഇസ്രായേലായിരിക്കുന്ന ദൈവജനത്തെ ദൈവം ഗാംഭീര്യത്തോടെ തല ഉയർത്തി അവരുടെ മുമ്പിൽ നിൽക്കുമാറാക്കിയിരിക്കുക. രക്തം ചെയ്യും. അതുകൊണ്ട് നീ ഭാരപ്പെട്ടു പോകണ്ട. അക്കാലത്ത് നാം ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും, പണ്ട് കാലത്ത് നാം ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരെന്നാണ്. ഹല്ലേലൂയ. അതിനാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും, വാഗ്ദാനത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും, ഹല്ലേലൂയ, പ്രത്യാശയില്ലാത്തവരുമായി ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്നാ പറയുന്നത്. പണ്ടത്തെ അവസ്ഥയാണ് പറയുന്നത്. ഇന്നത്തെ അവസ്ഥ അതല്ല കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ കർത്താവിനോട് ചേർന്ന ഹല്ലേലൂയ സ്തോത്രം നമുക്ക് തന്നിരിക്കുന്ന രക്ഷ, നമുക്ക് തന്നിരിക്കുന്ന കൃപയാൽ ഇന്ന് നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ നാം യേശുവിനെ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കപ്പെട്ടത് മുതൽ നമ്മൾ ആത്മീയ ഇസ്രായേലായി മാറി. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 2-ന്റെ ഹല്ലേലൂയ 12 നമ്മൾ വായിച്ചിട്ട് നമ്മൾ പിന്നെ നോക്കുമ്പോൾ ദൈവം നമ്മെ പരിശുദ്ധാത്മാവിൽ നിറച്ചതുകൊണ്ട്, അഭിഷേകത്തിൽ നിറച്ചത് കൊണ്ട് നാം പുതിയ നിയമ ആത്മീയ ഇസ്രായേലായി മാറി. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. പിന്നീട് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. പിന്നീട് ദൈവം നമ്മെ മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 10-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം വായിക്കുന്നു. അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ വീണ് പോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. ഹല്ലേലൂയ. പണ്ട് ഒരു കൂട്ടം ജനം ദൈവത്തെ അറിയാതെ, ദൈവമായി ബന്ധമില്ലാതെ പരസംഗം ചെയ്തു മുഖാന്തരം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഒരു ദിവസത്തിൽ തന്നെ 23,000 പേരെന്ത് ചെയ്തു? പട്ടുപോയി. ആ വചനത്തെ ദൈവം നമ്മെ മുമ്പിൽ കാണിച്ചുകൊണ്ട് പറയുക, ഹല്ലേലൂയ, നിങ്ങൾ പരസംഗം ചെയ്യരുത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസനെ, ദൈവദാസി, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ പരസംഗം ചെയ്യരുത്. നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും നിങ്ങൾ അധികം ഉറപ്പാക്കി. ഹല്ലേലൂയ. നിങ്ങളെ ഇസ്രായേലെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആ ഇസ്രായേലിന്റെ അർത്ഥത്തിൽ ആ പദവി തന്നെ നിൽക്കണം. ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം തീയിറക്കിയതുപോലെ ആത്മീയ ഇസ്രായേലായിരിക്കുന്ന നിന്റെ പ്രാർത്ഥനയിൽ ദൈവ സ്വർഗീയാത്മീയ ഇറക്കുക തന്നെ ചെയ്യുമെന്ന് രക്തം ചെയ്യും. അതുകൊണ്ട് നീ ദൈവത്തോട് ചേർന്ന് വസിക്കണം. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി നീ നിലകൊള്ളുവാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിന് വേണ്ടി നീ നിലനിൽക്കണം. ഹല്ലേലൂയ. അപ്പം മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ലോകത്തോട് അനുരൂപപ്പെട്ട ലോകമോഹങ്ങൾക്ക് അധീനമായാണ് മനുഷ്യൻ പോകുന്നത്. കാരണം ഈ ലോകത്തിന്റെ പ്രൗഢിയിൽ, ലോകത്തിന്റെ ഇമ്പങ്ങളിൽ, ലോകത്തിന്റെ സുഖങ്ങളിൽ, ഇവിടുത്തെ സുഖലോലുപങ്ങളിൽ, ഇവിടെ മാറി മാറി വരുന്ന ഭാഷകൾ അനുസരിച്ച്, മാറി മാറി വരുന്ന ജീവിത ശൈലികൾ അനുസരിച്ച് മനുഷ്യൻ മുന്നോട്ട് പോവുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ മനുഷ്യൻ മുന്നോട്ട് പോയാൽ അവന്റെ ജീവിതാന്ത്യം എത്ര പരിതാപകരമായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറയാൻ, നിങ്ങൾ യാതൊരു വിധത്തിലും പരസംഗം ചെയ്യരുത്. പരസംഗം എന്ന് പറയുമ്പോൾ എല്ലാ വിധത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ, അതേതുവിധ പാപമാണോ നീ ചെയ്യുന്നത്, ഏതുവിധ അകൃത്യമാണോ ചെയ്യുന്നത്, ഏതുവിധ തെറ്റുകളാണോ, ഏതെല്ലാം ക്രിസ്തുവിൻ അകന്ന് നീ ചെയ്യുന്നതെല്ലാം പരസംഗമെന്നാ പറയുന്നത്.
ഹല്ലേലൂയ. അത് ഭോഷ്ക് പറഞ്ഞാലും നുണ പറഞ്ഞാലും കളവ് പറഞ്ഞാലും മോഷ്ടിച്ചാലും പിടിച്ചു പറിച്ചാലും ചതിയിലായിരുന്നാലും കൈക്കൂലി വാങ്ങിയാലും മദ്യപിച്ചാലും മയക്കുമരുന്നടിച്ചാലും പരസംഗം ചെയ്താലും വ്യഭിചാരം ചെയ്താലും എല്ലാത്തിനും ഇതെല്ലാം പരസംഗം. അതുകൊണ്ട് നിങ്ങൾ പരസംഗം ചെയ്യരുന്നു. അങ്ങനെ പരസംഗം ചെയ്തവർ ഒരു ദിവസത്തെ തന്നെ 23,000 പേരാ വിട്ടുപോയത്. ഹല്ലേലൂയ. ഈ വചനം നമുക്ക് തരുമ്പോൾ ഹല്ലേലൂയ നാം ദൈവത്തെ ഭയപ്പെടണം. പുതിയ നിയമ ഇസ്രായേലായിരിക്കുന്ന നിന്നെ ദൈവം വിളിച്ചു വേർതിരിച്ചത് ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് തീയിറങ്ങിയതുപോലെ നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് അത്ഭുതം നടക്കണം. നിന്റെ പ്രാർത്ഥനയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടണം. ഏലിയാവിനെ ഉപയോഗിച്ച് ദൈവം നിന്നെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. നിന്റെ മേൽ ശക്തമായ അഭിഷേകം നൽകുവാൻ ആഗ്രഹിക്കുന്നു. വ്യക്തമായ നിനക്ക് വെളിപ്പാട് നൽകാൻ ആഗ്രഹിക്കുന്നു. ആത്മീയ ദർശനങ്ങളെ നിനക്ക് നൽകാൻ ആഗ്രഹിക്കുക. നിന്റെ മേൽ കൃപ പകർന്ന് നിന്നിലൂടെ മഹത്തായ ശുശ്രൂഷ ചെയ്യുവാൻ യേശു ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാവേ, നിന്നിലൂടെ മഹത്തായ ശുശ്രൂഷ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുക. നിങ്ങൾ പറയുമായിരിക്കും എനിക്ക് കഴിവില്ല, പ്രാപ്തിയില്ല എന്നൊക്കെ നിങ്ങൾ പറയുമായിരിക്കും. എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, എനിക്ക് വിദ്യാഭ്യാസമില്ല, എനിക്ക് പണമില്ല, സൗന്ദര്യമില്ല എന്നൊക്കെ നിങ്ങൾ പറയുമായിരിക്കും. എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാലും അല്ലെങ്കിൽ ദൈവത്തിന് നിന്നെ മാനിക്കുവാൻ, ദൈവം നിന്നെ ഉയർത്തിയാൽ അതിനെ തടയുവാനൊന്നും ആർക്കും കഴിയില്ല. ഹല്ലേലൂയ. അത് ദൈവം നിന്റെ ബലഹീനതയുടെ നടുവിൽ ഇറങ്ങി വന്ന് നിന്റെ ബലഹീനതയെ മാറ്റി നിന്നെ അനുഗ്രഹിക്കുന്നവനാണ് യേശു കർത്താവ്. ഹല്ലേലൂയ. രക്തം ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ബലഹീനതയുടെ നടുവിലേക്ക് ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. നിന്റെ പരാജയങ്ങളെ മാറ്റുന്നവൻ, നിന്റെ പ്രതിസന്ധികളെ നീക്കുന്നവൻ. ഹല്ലേലൂയ. നിന്റെ ഉള്ളിൽ ആത്മശക്തി തന്ന്, പരിശുദ്ധാത്മാവിന്റെ ശക്തി തന്ന്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം തന്ന് നിന്റെ അഗ്നി അഭിഷേകത്താ നിറച്ച്, ആത്മശക്തിയാ നിറച്ച്, ഹല്ലേലൂയ, നിന്റെ ബലഹീനതയ്ക്ക് തുണ നിന്നുകൊണ്ട് നിന്നിലൂടെ മഹത്തായ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ദൈവം നിന്നെ ഇസ്രായേലായി വേർതിരിച്ചത്. ആത്മീയ ഇസ്രായേലായി ദൈവം നിന്നെ വേർതിരിച്ചത് നിന്നിലൂടെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ടാണ്. രക്തം ചെയ്യും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിന്റെ മേൽ ഒരു വലിയ ദൈവ വിളിയുണ്ട്. നിന്നെ കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്, പ്ലാനുണ്ട്. ഹല്ലേലൂയ. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടില് തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന സകല ജനങ്ങളും ദൈവം ഒരു വേർതിരിവ്, ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുക. ആ തെരഞ്ഞെടുക്കപ്പെടുന്നവരെ എല്ലാം ദൈവം ശക്തമായി മാനിക്കും. രക്തം ചെയ്യാം. നിന്റെ കഷ്ടതകളെല്ലാം മാറാൻ സമയമായി. നിന്റെ സങ്കടങ്ങളെല്ലാം മാറാൻ സമയമായി. നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ മറുപടി നിന്റെ കണ്ണുകൊണ്ട് കാണാൻ സമയമായി. രക്തം ചെയ്യും. വിശ്വസിക്കുന്നെങ്കിൽ ആ കരങ്ങളൊക്കെ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ട്. രക്തം ചെയ്യും. ഞാൻ ഈ വചനം പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും തളർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾ ഒരിക്കലും തളർന്നു പോകരുത്. നിങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിക്കണം കേട്ടോ. കാരണം ഒരുപാട് തകരുന്ന അനുഭവം നമുക്ക് കടന്നു വരാം. ഹല്ലേലൂയ. ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ ഹല്ലേലൂയ നമുക്ക് ചില സാഹചര്യങ്ങൾ കടന്നു വരും. ഹല്ലേലൂയ. നമ്മളോട് ചിരിച്ച് കാണിച്ചവരും, നമ്മോട് കൈകോർത്ത് നടന്നവരും, നമ്മെ ആശ്വസിപ്പിച്ചവരും, നമ്മോട് കൂടെ ഇരുന്നവരും, നമ്മോട് കൂടെ വസിച്ചവരും ഒക്കെ നമ്മെ കൈവിട്ട് കളയുന്ന സാഹചര്യം ഉണ്ടാകാം. ഹല്ലേലൂയ. അവിടെ നിങ്ങൾ തകർന്നു പോകരുതെന്ന്. അവിടൊക്കെ നിന്റെ കൂടെ നടക്കാൻ, നീ എന്നെ ആശ്വസിപ്പിക്കാൻ യേശുവുണ്ട്. ഞാനിതൊക്കെ പറയുമ്പോൾ അനുഭവത്തിലൂടെ ചെറിയ പ്രതിസന്ധികളും പ്രതികൂലങ്ങളൊക്കെ ഞാൻ തരണം ചെയ്യേണ്ടി വന്നു. ഹല്ലേലൂയ. എല്ലാവരും കൈവിട്ടു, എല്ലാവരും മാറി നിന്നു, എല്ലാവരും വലിയ അകന്നു നിന്നു. ഹല്ലേലൂയ. പറഞ്ഞവരാരും പിന്നീട് ഒരു ഫോൺ പോലും വിളിച്ചാൽ എടുക്കാതെയായി. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വിശ്വാസത്തെ ഞാൻ മുറുകെ പിടിച്ചു. ഹല്ലേലൂയ. ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ മുറുകെ പിടിച്ചു. യേശുവോട് ചേർന്നിരുന്ന് പറ്റിയിരുന്നു. എന്നെ വിളിച്ചവൻ യേശുവാ. ഹല്ലേലൂയ. പാമി ലോകപ്രകാരം ജീവിച്ച, ജനപരമായി ജീവിച്ച് എന്നെ വിളിച്ചോ വേർതിരിച്ച് ഓമന പേര് തന്ന് എന്റെ ഇസ്രായേൽ എന്ന് വിളിച്ച്, ദൈവത്തിന്റെ പ്രഭു എന്ന് വിളിച്ച് എന്നെ ദൈവത്തിന്റെ മകനാക്കി മാറ്റി പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ എന്റെ മേൽ പകർന്ന്, ഹല്ലേലൂയ, ആത്മശക്തി എന്റെ മേൽ പകർന്ന് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് കൊണ്ട് ഞാൻ പരാജയപ്പെടുകയില്ല. ദൈവത്തിന് എന്നെ കുറിച്ച് പ്ലാൻ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ ദൈവത്തോട് ചേർന്നിരുന്നു. അതെ, നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കണം, പറ്റിയിരിക്കണം. ഹല്ലേലൂയ. അത് നിന്റെ ജീവിതത്തിന്റെ എല്ലാ ക്ലേശങ്ങളെയും മാറ്റി തരുവാൻ കർത്താവ് ആഗ്രഹിക്കുക. ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ, ഇസ്രായേൽ താൻ തിരഞ്ഞത് പ്രാപിച്ചില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർ പ്രാപിച്ചു. റോമാലേഖനം 11:7 വായിക്കുന്നുണ്ട്. എല്ലാ ഇസ്രായേലിനും ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിച്ചില്ല. അല്ലെങ്കിൽ ഇസ്രായേലിൽ തിരഞ്ഞത് അല്ലെങ്കിൽ പ്രാപിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാം അത് പ്രാപിച്ചു.
അല്ലേലിയ. അതെ, നീ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ അല്ലെങ്കിൽ നിനക്ക് തന്നിരിക്കും വാക്തത്വങ്ങളെല്ലാം പ്രാപിക്കും. ആ വചനത്തിലെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് പോയാൽ ഒരുപാട് അതിനെക്കുറിച്ച് വിശദീകരിക്കുവാനുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തിലേക്ക് കടക്കുന്നില്ല. തെരഞ്ഞെടുക്കപ്പെട്ടവർ ദൈവത്തിന്റെ വാക്തത്വങ്ങളെല്ലാം പ്രാപിച്ചു. അല്ലേലി. അതേ സഹോദര സൂരി, ദൈവം നിന്നെ തെരഞ്ഞെടുത്തതാ. എന്നെ കേൾക്കുന്ന മാതാവി, ദൈവം നിന്നെ തെരഞ്ഞെടുത്തത്. ലോകമല്ല നിന്നെ തെരഞ്ഞെടുത്തത്. യേശു നിന്നെ തെരഞ്ഞെടുത്തു. കാൽവരി ക്രൂശിൽ നിനക്ക് വേണ്ടി ജീവൻ തന്ന അവസാനത്തുള്ളി രക്തം വരെ തന്ന് യേശു നിന്നെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു. പാപികളിൽ നിന്ന് തെരഞ്ഞെടുത്തു. സാത്താന്റെ അതിൽ നിന്നെ തെരഞ്ഞെടുത്ത് നിന്നെ ദൈവത്തിന്റെ മകനാക്കി മകളാക്കി മാറ്റി. അല്ലേലിയ. ഇപ്പൊ നീ ദൈവത്തിന്റെ മകനാകട്ടോ, ദൈവത്തിന്റെ മകളാ. അല്ലേലിയ. തോന്നും അങ്ങനെ വിശ്വസിക്കാൻ കഴിയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ. ഇന്ന് ഈ തകർച്ച പറഞ്ഞ്, ഇന്ന് ഈ സങ്കടം പറഞ്ഞ്, കണ്ണുനീര് പറഞ്ഞ്, ഇതെല്ലാം എന്റെ വിധിയാന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തന്നെ സ്വയം നശിക്കാതെ. അല്ലേലി. അങ്ങനെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അങ്ങനെ നിങ്ങൾ പറയാതെ രക്തം ചെയ്യും. അല്ലേലി. ദൈവം എന്നെ മാനിക്കും നിങ്ങൾ പറ. എന്നോടൊപ്പം ചേർന്ന് പറഞ്ഞാട്ട്, എന്റെ യേശു എന്നെ മാനിക്കും, എന്റെ കർത്താവിനെ മാനിക്കും. ഈ പരീക്ഷയിൽ നിന്നും പരിശോധനയിൽ നിന്നും ഈ പരിഹാസത്തിന്റെ കർത്താവിനെ വിടുവിക്കും. ഞാൻ എവിടെയെല്ലാം നിന്ദിക്കപ്പെട്ടോ അപമാനിക്കപ്പെട്ടോ അവിടെയെല്ലാം ദൈവം എന്നെ മാനിച്ചുയർത്തുമെന്ന് നിങ്ങളൊന്ന് പറഞ്ഞാട്ട്. അല്ലേലിയ. അത് പറയുമ്പോൾ തന്നെ നിന്റെ ഹൃദയത്തിനകത്ത് ആനന്ദം നിറയും, സന്തോഷം നിറയും, നിനക്കൊരു സമാധാനം ഉണ്ടാകും. നീ പറയുന്ന ഓരോ വാക്കുകളും ദൈവം കേൾക്കുന്നുണ്ട്. അല്ലേലി. അതുകൊണ്ടാണ് മാലാഖിയുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ അല്ലേലിയ സ്തോത്രം 14 തൊട്ട് താഴോട്ടൊക്കെ വെച്ച് ഒരു 15, 16 നിങ്ങളെ തുറന്ന് വായിക്കണം. അവിടെ എഴുതിയിട്ടുണ്ട്, യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിക്കുന്നത് യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. ഹല്ലേലൂയ. അപ്പൊ യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിക്കുന്നത് യഹോവ ശ്രദ്ധ വെച്ച് കേട്ടണം. അതേ സഹോദര സഹോദരി, നീ സംസാരിക്കുന്നത് ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ഓരോ വാക്കുകളും വീക്ഷിക്കുന്ന ദൈവമുണ്ട്. നിന്റെ ചൂണ്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഓരോ ശബ്ദവും തിരിച്ചറിയുന്ന ഒരു ദൈവമുണ്ട് നിനക്ക്. അവൻ ജീവിക്കുന്ന ദൈവമാ. അവനാണ് യേശു ക്രിസ്തു. യേശു നിന്റെ സകല വിഷയങ്ങൾക്കും പരിഹാരം തരും. രക്തം ചെയ്യാം. വിശ്വസിക്കുന്നെങ്കിൽ ആ കരമൊക്കെ തട്ടിയൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്. അല്ലേലൂയ. രക്തം ചെയ്യാം. നീ തളരരുത് കേട്ടോ. അല്ലേലൂയ. നീ തളർന്നു പോകരുത്. തകരരുത്. ലോകം നിന്നെ പഴിചാർത്തുമ്പോൾ, ലോകം നിനക്കെതിരെ നിൽക്കുമ്പോൾ, എല്ലാവരും നിന്റെ പുറമെ ഒറ്റപ്പെടുത്തുമ്പോൾ നീ തളർന്നു പോകരുത്. നീ ഉറപ്പോടെ നിൽക്കണം. നീ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ആത്മീയ ഇസ്രായേലാ. അല്ലേരി. നീ ദൈവത്തിന്റെ പ്രഭുവാണ്. അല്ലേരി. വാക്തത്വം നിനക്കുള്ളതാ. അല്ലേലിയ. വാക്തത്വം നിനക്കുള്ളതാ. അഭിഷേകം നിനക്കുള്ളതാ. ദൈവകൃപ നിനക്കുള്ളതാ. വചനം നിനക്കുള്ളതാ. ശുശ്രൂഷ നിനക്കുള്ളതാ. ദർശനം നിനക്കുള്ളതാ. നിയോഗം നിനക്കുള്ളതാ. എല്ലാം നിനക്കുള്ളതാ. അല്ലേലിയ. സ്വതന്ത്രം. അതുകൊണ്ട് നീ തളരരുത്. നിന്നെയാണ് ദൈവം മാനിക്കുന്നത്. നീ ദൈവത്തിൽ നിന്ന് നോക്കി, ദൈവത്തിൽ നിന്ന് കൊടുത്തേ, ദൈവം നിന്നെ മാനിക്കും. അങ്ങനെ നമ്മൾ ചിന്തിക്കണം. ഈ അനവധി ഭക്തന്മാരെ എടുത്ത് കാണിക്കാനുണ്ട്. നമുക്ക് മുമ്പേ കടന്നുപോയ അനവധി ഭക്തന്മാരെ കാണിക്കാനുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാണ്ട് പോവുക. കർമ്മേൽ പർവ്വതത്തിന്മേൽ അഗ്നി ഇറക്കുവാനായി ഏലിയാവ് യാഗപീഠം പണിതു. നിനക്ക് ഇസ്രായേൽ എന്ന് പേരാകും എന്ന് യഹോവയുടെ അരുളപ്പാട് ലഭിച്ച യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 കല്ലെടുത്ത് വെച്ച് കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ യാഗപീഠം പണിതുവെന്ന് 1 രാജാക്കന്മാരുടെ പുസ്തകം 18:32 വായിച്ചു. അല്ലേലൂയ. അതേ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു നമ്മെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും അഭിഷേകം ചെയ്യുമ്പോൾ അല്ലേലൂയ, അവന് നമ്മിൽ പ്രസാദമായി ലോകപ്രകാരമുള്ള കല്ലുകൾ കൊണ്ടല്ല, ജീവനുള്ള കല്ലുകളായി കാൽവരിയിലെ യാഗപീഠത്തിൽ വെച്ച് നമ്മെ ഒരുമിച്ച് ചേർത്തു. അല്ലേലൂയ. ഏലിയാവിടെ ഇസ്രായേലിന്റെ ഗോത്രസംഖ്യയ്ക്ക് അനുസരിച്ച് 12 കല്ലുകൾ. അല്ലേലൂയ. അത് ലോകപ്രകാരമുള്ള കല്ല്. എന്നാൽ പുതിയ നിയമസഭയോട് നമ്മൾ പുതിയ സഭയിലോട്ട് വരുമ്പോൾ നാം ലോകപ്രകാരമുള്ള കല്ലുകൾ കൊണ്ടല്ല, പിന്നെയോ ജീവനുള്ള കല്ലുകളായി കാൽവരിയിലെ യാഗപീഠത്തിൽ ഒരുമിച്ച് നമ്മെ ചേർത്തിരിക്കുക. ഏലിയാവിന്റെ യാഗപീഠത്തിൽ ലോകപ്രകാരമുള്ള അഗ്നി വന്നിറങ്ങി. എന്നാൽ നമ്മെ തെരഞ്ഞെടുത്ത കർത്താവ് തന്റെ മകനായി മകളാക്കി നമ്മെ തീർത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ മേൽ ജീവയാഗമായി തീർന്ന യേശു ക്രിസ്തുവിന്റെ ആ സ്വർഗീയ അഗ്നി, ആ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാണ് നമ്മുടെ മേൽ പകർന്നത്. നമ്മുടെ ജീവനുള്ള കല്ലുകളാ. നമ്മുടെ മേൽ പകർന്ന ലോകപരമായ അഗ്നിയല്ല, സ്വർഗീയമായ അഗ്നിയാ പകർന്നിരിക്കുന്നത്. അത് പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാ. അഗ്നിയാൽ നിറയപ്പെട്ട്, അഭിഷേകത്താൽ നിറയപ്പെട്ട്, അല്ലെങ്കിൽ നീ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ നിറയപ്പെട്ട് നീ കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കണം. പെന്തക്കോസ്ത് നാളിൽ കൂടിയിരുന്ന അപ്പോസ്തലന്മാരെ ഉപയോഗിച്ചതുപോലെ അപ്പോസ്തലപ്രവൃത്തി 2 വായിച്ച കാണാൻ കഴിയും. ഹല്ലേലൂയ.
അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നീ ഇസ്രായേൽ തന്നെയാ. വെളിപ്പാട് പുസ്തകത്തിൽ വാക്യം പറഞ്ഞ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോവുക, വിവരിക്കാൻ സമയമില്ല. വെളിപ്പാട് പുസ്തകം 21:13 വരുമ്പോൾ ഗോപുരങ്ങളിൽ 12 ദൂതന്മാരുമുണ്ട്. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെയും പേരവിടെ കൊത്തിയിട്ടുണ്ട്. അവിടെ കാണുന്ന അപ്പോസ്തലന്മാരുടെ പേര് കൊത്തിയിട്ടുണ്ടെന്നുള്ളതാ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഇസ്രായേൽ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വന്തമാണ്. ഇസ്രായേൽ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വന്തമാണ്. ദൈവം തെരഞ്ഞെടുത്ത ഓരോ ദൈവമക്കളും ആത്മീയ ഇസ്രായേല, നിങ്ങൾ ദൈവത്തിന്റെ സ്വന്തമാണ്. അല്ലേലിയ. അതുകൊണ്ടാണ് സ്തോത്രം നമ്മള് രാജാക്കന്മാരുടെ പുസ്തകം 18:31 വായിച്ചത്, നിനക്ക് ഇസ്രായേൽ എന്ന് പേരാകും. അതെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. മനസ്സുകൊണ്ട് തകർന്ന് ക്ഷീണിച്ച് മടുത്ത് നിരാശപ്പെട്ട് നിന്ദിക്കോ അപമാനത്തിന് പരിഹാസത്തിന് വിധേയപ്പെട്ട് നീ ഭാരത്തോടെ കടന്നു പോവുകയാണെങ്കിൽ ഇന്ന് പകൽ യേശുവിന്റെ കരങ്ങൾ ധരിപ്പിച്ചു കൊടുക്കുക. ഏലിയാവ് കർമ്മേലിൽ ശക്തമായി നിന്നതുപോലെ, കർത്താവിന് വേണ്ടി നിന്നതുപോലെ തനിക്കെതിരെ വലിയ വിരോധികൾ നിൽക്കുമ്പോൾ നടുവിൽ ഇസ്രായേലിന്റെ വലിയ അനുഭവത്തിൽ അല്ലെങ്കിൽ ഒരു ഇസ്രായേലായി ഏലിയാവോട് നിന്ന് അവന്റെ പ്രാർത്ഥനയ്ക്ക് തീറങ്ങിയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ മാതാവി പിതാവി, നിന്റെ പ്രാർത്ഥന മധ്യ ദൈവം സ്വർഗീയ അമിതീയ പ്രവൃത്തി വെളിപ്പെടും. നീ ഒറ്റപ്പെട്ടവളല്ല, നിന്റെ യേശു സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഇത് പകൽ യേശുവിനോട് നിന്റെ ഹൃദയം ഒന്ന് വിട്ടുകൊടുക്കാമോ? നിന്റെ ജീവിതത്തെ ഒന്ന് വിട്ടുകൊടുക്കാമോ? നീ തെരഞ്ഞെടുക്കപ്പെട്ടവളാണോ ഒരു ബോധ്യത്തോടെ നിനക്ക് ദൈവത്തിന് ചേർന്നിരിക്കുന്നെങ്കിൽ നിന്റെ സകല പ്രതിസന്ധികളും പാപശാപ രോഗ ബന്ധനങ്ങളിൽ നിന്ന് കടബാധ്യതകളിൽ നിന്ന് ദൈവം നിന്നെ വിടുവിച്ച് നിന്റെ കുടുംബത്തെ മാനിക്കും. നിന്റെ തകർന്ന് കിടക്കുന്ന കുടുംബത്തെ ദൈവം പുതുക്കിയെടുക്കും. അല്ലേലിയ. ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠത്തെ പുതുക്കി പണന്ന് ദൈവസ്ഥലേക്ക് കടന്നു വന്ന് നിന്റെ പ്രാർത്ഥനയിൽ നീ കർത്താവിനോട് ചേർന്നിരിക്കുന്നെങ്കിൽ ജീവിതത്തിനകത്ത് ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. കുടിലോട്ട് കൊട്ടാരത്ത് വരെ പാർക്കുന്ന അവരെയും ചെറിയ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവർ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി ട്രൈബൽ മേഖലയിൽ ഭരിക്കുന്നവരെ കർത്താവയോടെ ആയിരിക്കും. ജനത്തിനായി കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, അതിർത്തികാക്കുന്ന BSF, CRP, ക്രമസമാധാന നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്നവരെ, എല്ലാ രഹസ്യാന്വേഷണ ഭാഗങ്ങളിൽ കർത്താവിയുടെ പോലീസിന്റെ വിവിധ സെക്ഷൻ, വിവിധ വകുപ്പുകളിൽ ജോലി ചെയ്യുന്നവർ, രാവും പകലുമില്ലാതെ ജനത്തിന് വേണ്ടി സേവനം ചെയ്യുന്നവരെ കർത്താവിയുടെ ജുഡീഷ്യൽ വിവിധ വകുപ്പുകളെ ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. സമുദ്രത്തിലെ ആളുകൾ, കനികളിലും ഒക്കെ ജോലി ചെയ്യുന്ന വലിയ സമുദ്രത്തിൽ കയാമിക്കത്ത തീരദേശവാസികൾ, കർത്താവി കടലോര വാസികളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവി സ്തോത്രം. കരയിലും കടലും ആകാശമാർഗം വാഹന ഓടിക്കും, വാഹന നിർമ്മാതാക്കൾ, സെയിൽസ് ചെയ്യുന്നവർ, യാത്ര ചെയ്യുന്നവർ, ചെറുതും വലുതുമായ എല്ലാ വ്യാപാരികളും വ്യവസായികളെ, എല്ലാ കർത്താവി വഴിയൊരു കച്ചവടക്കാരെയും കമ്പനികളിലും ഫ്ലാറ്റിലൊക്കെ ആയിരിക്കുന്നവർ കർത്താവിക്കെല്ലാം കർത്താവി സ്തോത്രം. കൺസ്ട്രക്ഷൻ മേഖലയും യൂണിയൻ രംഗത്തുമായിരിക്കും, സഹകരണ മേഖലയും പൊതുമേഖലയും ബാങ്ക് മേഖലയും വിദ്യാഭ്യാസം, ആരോഗ്യ മേഖല കർത്താവി എല്ലാ ഭരണപക്ഷ പാർട്ടികളും, മത, സാമൂഹിക, സംസ്കാര സംഘടനാ രംഗത്ത് ചരിത്രവാദിയായ വീഡിയോ നിൽക്കുന്നവരെ കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്ന എല്ലാ ക്ഷീരമേഖലയും കാർഷിക മേഖലയും ആയിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ മേഖലയുമായി ജനത്തെ ദേശത്തും വിദേശത്തും കടന്നുപോയി ജോലി ചെയ്യുന്നവർ, യാത്ര ചെയ്യുന്നവർ, വിസ ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കും. വിദേശങ്ങളിൽ കടലാമേഖലയും മണലാരിടത്തിൽ കഷ്ടം അനുഭവിക്കുന്നവർ, വിസ നഷ്ടപ്പെട്ടവർ, ജോലിക്ക് നാട്ടിലേക്ക് വരെ കടന്നെടുക്കാതായിരിക്കുന്നത്, സാലറി കിട്ടാതെ ഭാരപ്പെടുന്നവർ, ഭവനവേദ ജോലിക്കായി കടന്നുപോയി വലിയ പീഡകൾ അനുഭവിച്ച സഹോദരന്മാർ അവരെല്ലാം ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്ന കർത്താവ്. എല്ലാവരുടെ പേരും ദൈവകൃപ വരണമേ. മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥം, ശാപത്തിനും പാപത്തിനും ബന്ധനങ്ങൾക്കും അടിമപ്പെട്ട് കിടക്കുന്നവരെ വിടിവിക്കണമേ. വിവിധ ക്രിമിനൽ കേസുകൾക്ക് അകപ്പെട്ട് ജയിലറയിൽ മോചനം കൊടുക്കണം. ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. കടബാധിൽ ഭാരപ്പെടും ജപ്തികൾ നേരിടുന്നവർ, ഹോസ്പിറ്റലിൽ കിടക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കും. ക്യാൻസർ ഭാരപ്പെടുന്നവർ, മാനസികമായി തകർന്നവർ, ജമന വൈകല്യമുള്ളവരെ എല്ലാം ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവ്. സ്തോത്രം. വലിയ വാർദ്ധക്യ സഹജവശങ്ങളാൽ ഭാരപ്പെടുന്നവർ എല്ലാവരും ഓർത്ത് ശൈശവത്തിനും ബാല്യത്തിനും കൗമാരി യൗവനത്തിനും വാർദ്ധക്യം നിരാൽ വൃത്തരസന യാച ഓർഫനേജ് ഓൾഡ് യുവ തടവറയിലായിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാ ജനത്തെ അനുഗ്രഹിക്കണമേ. ഇന്ന് ലോകമാണ് നടക്കുന്ന കൂട്ടായ്മകൾ ആരാധന അനുഗ്രഹിക്കും. ദൈവത്തിന്റെ ദാസന്മാരെ അനുഗ്രഹിക്കും. ആ ചേരികൾ കിടക്കുന്നവർക്ക് വിടുതൽ കൊടുക്കണമേ. അധികാരികൾക്ക് മാനസാന്തരം കൊടുക്കണമേ. പ്രാർത്ഥിക്കുകയാണല്ലേ. എല്ലാ മേഖലയുമായി ജനത്തെ ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നപ്പോ സകല മുഖത്ത് എടുക്കണമേ. എല്ലാവരുടെയും കർത്താവ് വേദനകളും നൊമ്പരങ്ങളും അറിയുന്നവൻ കർത്താവിന്റെ കാര്യം പ്രവർത്തിക്കണമേ. ലോകത്ത് ഞങ്ങളെ തെരഞ്ഞെടുത്ത് കർത്താവ് ആൻജീശ്വരനായി തീർത്ത് ദൈവത്തിന്റെ വിളിയും വാക്തത്വങ്ങളും ദൂതകളും അഭിഷേകനും താന്തികളെ ഭൂമിയിലാക്കിയിരിക്കുമ്പോൾ ഞങ്ങളെ കടന്നു വരുന്ന നിന്ദകളും അപമാനങ്ങളും പരിഹാസവും തകർന്നു പോകാതെ യേശുവിനോട് പറ്റിയിരിക്കുവാൻ കർത്താവിന്റെ ചേർന്നിരിപ്പം കുടുംബങ്ങളെ ഒരുക്കണമേ. യേശു ക്രിസ്തുവിന്റെ വിരിയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.